C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇത്രയും പണം മുടക്കി അവർക്ക് ഓപ്പറേഷനും കൂടി ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ ഏട്ടത്തിയെ സമ്മതിച്ച് തന്നേ പറ്റൂ. സാധാരണ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്ത് ചേട്ടായിയാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കുന്നത്. ഇതിപ്പോ ഏട്ടത്തിയമ്മേ. രഘു പറഞ്ഞതിൽ കാര്യമുണ്ട്. ശ്രീലക്ഷ്മിയുടെ ശുദ്ധ മനസ്സാണ് അതിന് കാരണം. അത്രയ്ക്കും മനസ്സിന് വലുപ്പമുള്ളവർക്കേ ഇതൊക്കെ സാധിക്കൂ. ശ്രീലക്ഷ്മി, ഈ കോള് തനിക്ക്. ഹലോ അമ്മ വന്നേ. അമ്മയുടെ ദേവേച്ചി, വീട്ടിലെത്തിയ നിങ്ങള്? വീട്ടിലൊക്കെ എത്തി. ഞാൻ നിന്നെ വിളിച്ചത് വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ ചേച്ചി? ആശുപത്രിയിൽ വെച്ച് കണ്ണൻ രവി സാറിന് ഒരു ബാഗ് ഏൽപ്പിച്ചിരുന്നു. അതെവിടെയാണെന്ന് സാറിനോട് ഒന്ന് ചോദിക്കോ? ചേച്ചി, അത് സാർ എപ്പോഴും എന്റെ കയ്യിൽ തന്നായിരുന്നു. എന്നിട്ടത് എവിടെ? അത് ചേച്ചി, ഞാനത് ഹോസ്പിറ്റലിൽ വെച്ച് മറന്നു. പെട്ടെന്ന് ഇറങ്ങിയ കൂട്ടത്തില് അതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. ശ്രീലക്ഷ്മി, എന്താ ചേച്ചി പറഞ്ഞ? എല്ലാം ഓക്കെ അല്ലേ? അത് സാർ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? സാർ, ഹോസ്പിറ്റലിൽ വെച്ച് ദേവി ചേച്ചി തന്ന ഒരു ബാഗ് സാർ എന്നെ ഏൽപ്പിച്ചില്ലേ? അത് ചേച്ചിക്ക് വിഷമായിന്നാ തോന്നുന്നു. അതില് ചേച്ചിക്ക് പ്രധാനപ്പെട്ട എന്തോ ഒന്നുണ്ട്. കഷ്ടായിപ്പോയല്ലോ സർ. ഇനി താൻ അതിന്റെ പേരിൽ ടെൻഷൻ ആവണ്ട. ഞാൻ രാജാറാമിനെ വിളിച്ചു പറയാം, ഹോസ്പിറ്റലിൽ പോയി ഒന്ന് അന്വേഷിക്കാം. രാജാറാം എടുക്കുന്നില്ലല്ലോ. തന്റെ ചേച്ചി എടുക്കുന്നില്ല? എങ്കിൽ പിന്നെ ഞാൻ എവിടം വരെ ഒന്ന് പോയിട്ട് വരാം സർ. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിക്ക് പ്രിയപ്പെട്ടത് എന്തോ അതിലുണ്ട്. എനിക്ക് പറ്റിയൊരു കൈമോശം കൊണ്ട് അത് നഷ്ടപ്പെടാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.